ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇലാസ്റ്റിക് ഈസി ആയിട്ട് വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും, നല്ല ഫിനിഷിങ്ങോടുകൂടി ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, എന്നെപ്പോലെ ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് പൊതുവേ ഇലാസ്റ്റിക് വെച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു. വേസ്റ്റ് ആദ്യമേ മടക്കിയടിച്ച് ഇലാസ്റ്റിക് വെക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് ഇങ്ങനെ തിരിഞ്ഞ് കിടക്കും, അതുപോലെ നല്ല വൃത്തിയിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല വൃത്തിയായിട്ട് വന്നു. അപ്പോൾ അതിങ്ങനെയെന്ന് നോക്കിയാലോ. ഇവിടെ ആദ്യമേ ഞാൻ വേസ്റ്റിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ചിൽ മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇലാസ്റ്റിക് നമ്മുടെ വേസ്റ്റ് റൗണ്ടിന് അനുസരിച്ച് എടുത്തിട്ടുണ്ട്. ഒരു 3-4 ഇഞ്ച് കുറച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എടുത്ത് ആദ്യം തന്നെ ഞാൻ ഇലാസ്റ്റിക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ പോലെ മടക്കി അടിക്കുന്ന പോലെ ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇലാസ്റ്റിക്കിൽ തട്ടാതെ നമ്മൾ ഒരു 1/2 ഇഞ്ച് മടക്കി താഴത്തോട്ട് വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക കേട്ടോ. കാണുന്ന പോലെ വെച്ച് കൊടുത്തിട്ട് ഇലാസ്റ്റിക്കിന് അരികെ അടിച്ചു കൊടുക്കുക. അത് നമ്മൾ വിരൽ വെച്ച് ഇങ്ങനെ നമുക്ക് ഒന്ന് തടവി കൊടുത്താൽ നമുക്കറിയാൻ പറ്റും എവിടെയാണ് ഇലാസ്റ്റിക് ഇരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് സ്റ്റിച്ചിങ് നന്നായി അറിയുന്നവർക്കുള്ള വീഡിയോ അല്ല, എന്നെപ്പോലെ കുറച്ച് പാടുപെടുന്നവർക്കുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.